Hello everyone, welcome back to Xylem Learning. This is Mohammed Shaju, your English teacher. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു അപ്രീസിയേഷനും കൂടെയാണ്. ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിന്റെ അപ്രീസിയേഷൻ ആണ്. അതൊരു സോങ് ആണല്ലേ. അതിലേക്ക് പോകുന്നതിന് മുമ്പേ ജസ്റ്റ് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ഒരു ചെറിയ കോട്ടിങ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താണ്. യെസ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ആള് എഴുതിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ്. എന്താണെന്ന് പറയുന്നത്, there is nothing impossible to they who will try. പ്രയത്നിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യവുമില്ല ഇമ്പോസിബിൾ ആയിട്ടുള്ള. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒരു കാര്യവും ഇമ്പോസിബിൾ അല്ല. ആർക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. സോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കാത്തവന് വിജയമില്ല. ഒന്ന് ശ്രമിച്ചു നോക്കുക. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരും. നേരെ ഞാൻ നമ്മുടെ അപ്രീസിയേഷനിലേക്ക് വരികയാണ്. പാരഗ്രാഫ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം, തിരിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ സോങ് ഓഫ് എ ഡ്രീം ചെയ്തതുപോലെ തന്നെ കാണാത്തവര് പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, അത് കാണുക. ഇമ്പോർട്ടന്റ് പോമാണ് ഏത്, സോങ് ഓഫ് എ ഡ്രീം. ഇവിടെ നമ്മൾ പഠിക്കാവുന്ന ബാങ്ക് ദ ഡ്രം. ബാങ്ക് ദ ഡ്രമ്മിൽ 4 പാരഗ്രാഫിൽ വളരെ സിമ്പിൾ ആയ രീതിയിൽ നമ്മൾ ഇത് പഠിച്ചെടുക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയതെല്ലാം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഒരു കീവേഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. നേരെ നമ്മൾ പാരഗ്രാഫിലേക്ക് കിടക്കുന്നു. The song Bang the Drum by Bryan Adams and Nelly Furtado was performed during the 2010, that means 2010 Winter Olympics, Canada, as a tribute to the athletes. എന്താ പറയുന്നത്, ഈ പോപ്പ് എഴുതിയ ആളെ അല്ലെങ്കിൽ ഈ സോങ് എഴുതിയ ആളുകളുടെ പേര് പറഞ്ഞു അല്ലെ, ബ്രയൻ ആഡംസ് ആൻഡ് നില്ലി ഫെർട്ടാഡോ. ഇനിയോ വാസ് പെർഫോമിംഗ് ഡ്യൂറിങ്, ആ പാട്ട് അവർ പെർഫോം ചെയ്തത് എപ്പോഴാണെന്ന് അറിയോ, എപ്പോഴാണ് 2010 വിന്റർ ഒളിമ്പിക്സ് കാനഡയിൽ വെച്ച് നടന്ന 2010 വിന്റർ ഒളിമ്പിക്സിലാണ് അവർ ഇത് ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. ഇത് എന്തിനായിട്ട് പെർഫോം ചെയ്തത്, ആസ് എ ട്രിബ്യൂട്ട് ടു ദ അത്ലറ്റ്സ്. പരിപാടിയിൽ പങ്കെടുക്കുന്ന, ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റ്സിനൊക്കെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് അവരിത് പെർഫോം ചെയ്തത്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ആൻ എക്സോറേഷൻ കോൾ ഫോർ ദ ഓൾ സ്പോർട്സ്മെൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഹ്വാനമായിരുന്നു. ആ എല്ലാ കായിക താരങ്ങൾക്കും ഒരു ആഹ്വാനം എന്ന എക്സോർട്ടേഷൻ പോലെയായിരുന്നു ആ സോങ്. ആൻഡ് എ വണ്ടർഫുൾ സോഴ്സ് ഓഫ് എൻകറേജ്മെന്റ് ദാറ്റ് ഷോസ് ദ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. അത് ഒരു നല്ല പാട്ട്, നല്ല ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു, പ്രോത്സാഹനമായിരുന്നു. ആർക്കെന്നറിയോ, ഈ പങ്കെടുക്കുന്ന താരങ്ങൾക്ക്. എങ്ങനെ, ഷോസ് ദ ഇൻഡോമിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്ത ഏത്, സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ്മാൻ അത്ലറ്റിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് അല്ലെ, ഒരു കായിക താരത്തിന് വേണ്ടുന്ന ക്വാളിറ്റിയാണ് സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ആ സ്പോർട്സ്മാൻഷിപ്പ് തകർന്നു പോകാതിരിക്കാൻ ഇവരെ എൻകറേജ് ചെയ്യിക്കുന്ന ഒരു അടിപൊളി പാട്ടായിരുന്നു ഏത്, നമ്മുടെ ബാങ്ക് ദ ഡ്രം എന്ന് പറയുന്ന 2010 അവര് പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ പെർഫോം ചെയ്തിട്ടുള്ള ഈ ഒരു പാട്ട്. ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് പാരഗ്രാഫിൽ. ആരെഴുതി ഇതെന്താണെന്നും മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. ഇൻ ദ സോങ് ബാങ്ക് ദ ഡ്രം, ദ സോങ് റൈറ്റേഴ്സ് ആസ്ക് ദ സ്പോർട്സ്മെൻ ടു ഡു ദിയർ ബെസ്റ്റ് വിത്തൗട്ട് കൺസിഡറിംഗ് ദ റിസൾട്ട്സ്. റിസൾട്ട് നോക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയത്നിക്കണം എന്നാണ് സോങ് റൈറ്റേഴ്സ് അത്ലറ്റ്സിനോടായിട്ട് പറയുന്നത്. ദേ ആസ്ക് us give more focus on taking part in the game. They ask us, അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ അറിയാമോ, നിങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ആ കായിക ഇനത്തിൽ നിങ്ങൾ പങ്കെടുക്കുക വിത്തൗട്ട് തിങ്കിങ് അബൌട്ട് ദ റിസൾട്ട്സ്. യു ഓൺലി ഫോക്കസ് ഓൺ ദ ഗെയിം, ഓൺ ദ പാർട്ടിസിപ്പേറ്റിംഗ് ദ ഗെയിംസ്. പാർട്ടിസിപ്പേഷനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇൻ അതർ വേർഡ്സ്, ദ സോങ് ഇൻട്രൊഡ്യൂസസ് ദ ഐഡിയ ദാറ്റ് failures can happen, but the lessons those failures teach us are more important than act of winning the Olympic gold medal. ഈ ഒരു പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയോ, ഇതാണ്. നിങ്ങൾ ഒരു ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്നതിനേക്കാളും വലുതാണ് ഒരു പരാജയം നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ഒരു പരാജയത്തിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ അത് ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ നേടുന്നതിനേക്കാളും വലുതാണ് എന്നാണ്
ഓദർ നമുക്ക് പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ ലൈൻ നമ്മൾക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ആ ലൈനിന്റെ മീനിങ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ലൈൻസ് കോട്ട് ചെയ്ത് വെക്കുന്നത് അപ്രീസിയേഷനിൽ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. സോ നിങ്ങൾ മാക്സിമം ലൈൻസ് പഠിച്ചു വെക്കാൻ പറ്റുന്ന മിടുക്കന്മാര് പഠിച്ചു വെച്ചിട്ട് എഴുതി വെക്കുക. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓർമ്മയിൽ ഉണ്ടാവില്ല അതൊക്കെ പേടിയുള്ള ആളുകൾക്ക് പേടിക്കണ്ട. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി ഒരു വരികൾ തന്നിട്ടുണ്ടാവും, അത് നോക്കി എഴുതിയാലും മതി. അപ്രീസിയേഷനിൽ ലൈൻസ് കോട്ട് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു ടിപ്പാണത്. നെക്സ്റ്റ് പാരഗ്രാഫ് 3 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ബീങ് ദ ഗ്രേറ്റസ്റ്റ് ഇവന്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിപാടി അല്ലെങ്കിൽ ഏറ്റവും വലിയ കായിക മാമാങ്കമാണല്ലോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പൻസ് ഫ്രം അക്രോസ് ദ ഗ്ലോബ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാർട്ടിസിപ്പൻസ് ഫ്രം അക്രോസ് ദ ഗ്ലോബ് അല്ലെ, ആഗോളതലത്തിൽ കായിക താരങ്ങൾ എത്തുന്നുണ്ട്. ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. പോയറ്റിക് ലൈൻസ് ആണ്. എന്തൂസിയാസ്റ്റിക്കലി ടേക്സ് പാർട്ട് ഇൻ ദ ഗെയിം. എല്ലാവരും എന്തൂസിയാസ്റ്റിക്കലി ഉത്സാഹത്തോട് കൂടിയിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നു അല്ലെ, ഗെയിംസിൽ പങ്കെടുക്കുന്നു. ദ റിഫ്രെയിൻ begins with the lines. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? ഒരു വരി ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വരിക. ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരിക്കും. ആ ഒരു തീമിനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ആവർത്തിച്ചു വരുന്ന വരികളെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്രെയിൻ എന്ന് പറയാ. ഈ റിഫ്രെയിൻ എക്സാമ്പിൾ ആണ് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് കാൻ ഹിയർ. സോ ദ ഹോൾ വേൾഡ് കാൻ ഹിയർ. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ അല്ലെ, ചെണ്ടയൊന്ന് ഒച്ചത്തിൽ കൊട്ടുക, ആ ലോകം മുഴുവനും ആ ശബ്ദം കേൾക്കട്ടെ എന്ന് പറയുന്ന വരികൾ റിഫ്രെയിൻ ആയിട്ട് വരുന്നത് എന്തിനാണെന്നറിയോ? ക്യാരീസ് ദ ഹോൾ എനർജി ഓഫ് ദ സോങ്. ആ വരികൾ തന്നെയാണ് ഈ സോങ്ങിന്റെ മൊത്തം എനർജിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് റിമൈൻഡ്സ് ദ ഹോൾ വേൾഡ് ദാറ്റ്. ഇത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകത്തെ മുഴുവനും ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന വരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഓർമ്മിപ്പിക്കുന്നതെന്നറിയോ? അബാൻഡനിങ് വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. നമ്മൾ അബാൻഡൻ ചെയ്യണം, ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. എന്ത് അബാൻഡൻ ചെയ്യേണ്ടത്? വാർസ് അല്ലെ, യുദ്ധങ്ങളെ. പിന്നെ എന്താണ്? കോൺഫ്ലിക്റ്റുകളെ, പരസ്പരം കലഹിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. എന്നിട്ടോ we as human beings can work together. നമ്മൾ മനുഷ്യന്മാരാണോ, നമുക്ക് ഒരുമിച്ച് നിൽക്കാമോ. എന്നിട്ടോ ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്സ്. എന്തിനാണെന്നറിയോ ഒരുമിച്ച് നിൽക്കുന്നത്? ടു എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. മാനവികതയുടെ ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്തിപ്പെട്ടാൻ പറ്റും നമുക്ക്. എങ്ങനെയാണെങ്കിൽ യെസ്, നമ്മൾ ഒരുമിച്ച് നിന്നാൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓദർ നമ്മളോട് പറയുന്നത്. നാലാമത്തെ അവസാനത്തെ പാരഗ്രാഫ് നോക്കിക്കോ. ഇനി നമ്മുടേതായ ഒരു അഭിപ്രായം, അതുപോലെ തന്നെ ഈ എഴുത്തിലുള്ള ഈ ഭംഗി, നമ്മുടെ ഈ പോയറ്റിക് ഡിവൈസസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാറില്ലേ? ഇവിടെ പോയറ്റിക് ഡിവൈസസ് ഒന്നുമില്ല. സോ നമ്മൾ അതിന്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്, വേർഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഒരു അഭിപ്രായം കൂടെ അവസാനിപ്പിക്കാൻ പോകുന്നു. ദ സോങ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻസ്പയറിംഗ് ലൈൻസ് ലൈക്ക് ഡ്രീം ബിഗ്, എയിം ഹൈ, ബിലീവ് യു ക്യാൻ ഫ്ലൈ അല്ലെ. ഈ വരി ഈ പോയറ്റിനകത്ത് അല്ലെങ്കിൽ ഈ സോങ്ങിന്റെ അകത്ത് ഇത്തരം വരികൾ കൂടെ ഉണ്ട്. ഏതാണെന്നറിയോ? ഡ്രീം ബിഗ്, എയിം ഹൈ, ബിലീവ് യു ക്യാൻ ഫ്ലൈ എന്നൊക്കെ പറയുന്ന വരികളുണ്ട് അല്ലെ. അതെന്താ ഓർമ്മിക്കുന്നത്? ദീസ് ലൈൻസ് എനർജൈസ് ദ അത്ലറ്റ്സ്. ഈ വരികൾ അത്ലറ്റ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. എന്നിട്ടോ ആൻഡ് റീസൗണ്ട് ദ മോട്ടോ ഓഫ് ഒളിമ്പിക് ഗെയിംസ്. ഒളിമ്പിക് ഗെയിംസിന് ഒരു മോട്ടോയുണ്ട്. എന്താ അത്? നിങ്ങൾക്കറിയാം, ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ അല്ലെ. ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്ന് പറയുന്നതാണ് ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇത് റീസൗണ്ട് ചെയ്യുകയാണ്, ഇത് എക്കോ ചെയ്യുകയാണ്. ഏത്? ഈ നമ്മുടെ പോയത്തിലെ ഡ്രീം ബിഗ്, എയിം ഹൈ ആൻഡ് ബിലീവ് യു ക്യാൻ ഫ്ലൈ എന്ന് പറയുന്ന വാചകങ്ങൾ. ഇനിയോ ദ മെയിൻ അപ്പീൽ ഓഫ് ദ സോങ് ഇസ് ഇറ്റ്സ് സിംപ്ലിസിറ്റി. നമ്മുടെ പോയത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ സോങ്ങിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാണ്. എന്താണ്? The main appeal of the song is its simplicity. അതിന്റെ ലാളിത്യമാണ് ഈ സോങ്ങിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇൻ മ്യൂസിക് ആൻഡ് ലിറിക്സ്. എന്തില്? സംഗീതത്തിലാണെങ്കിലും അതുപോലെ ലിറിക്സിലാണെങ്കിലും കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നുമില്ല. ലാളിത്യമുണ്ട്, സിംപ്ലിസിറ്റി ഉണ്ട്. പിന്നെ എന്താണ്? ദിസ് സോങ് വിൽ ഫോർ എവർ റിമെയിൻസ്. നമ്മുടെ അഭിപ്രായം പറയാണ്. എന്താണ്? ഈ പാട്ട് എന്നെന്നും നിലനിൽക്കും. എവിടെ? ആസ് എൻ ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ട് ടു സോങ് എവർ റിട്ടൺ ഫോർ അത്ലറ്റ്സ്. അത്ലറ്റ്സിന് എഴുതപ്പെട്ട ഈ സൃഷ്ടികളിൽ മുൻപന്തിയിൽ തന്നെ ഈ പാട്ടും നിലനിൽക്കും. ഓക്കെ, അത്ലറ്റ്സിനെ ഒരു ട്രിബ്യൂട്ട് ആയിട്ട് എഴുതപ്പെട്ട ഒരു മുൻനിര പാട്ടായിട്ട് ഈ പാട്ട് എന്നും നിലനിൽക്കും എന്ന് പറഞ്ഞ് നമ്മുടെ അപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക? അവസാനിപ്പിക്കുകയാണ്. ഇത് ബൈഹാർട്ട് പഠിക്കരുത്, നിങ്ങളുടേതായ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാലും മതി. വാക്കുകളെയൊക്കെ ചുവന്ന അക്ഷരത്തിലുള്ള വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ സെന്റൻസുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, 4 പാരഗ്രാഫ് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പഠിക്കാം. സോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത
ടോപ്പിക്കുമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്